എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ നാളത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ അനിരുദ്ധാണെങ്കിൽ അച്ഛൻ ചെയ്ത ത്യാഗത്തെ കുറിച്ചിട്ടുള്ള കഥകളൊക്കെ സുമിത്രയോട് പറയുകയാണ്. പരമശിവത്തെ തന്ത്രപൂർവ്വം നേരിട്ട് സിദ്ധാർത്ഥ ശ്രീനിലയത്തിന്റെ താക്കോലും ഡോക്യുമെന്റ്സും ഒക്കെ തിരികെ വാങ്ങിക്കുമ്പോഴത്തേക്കിനും ഒരേ ഒരു ആഗ്രഹം മാത്രമേ അച്ഛനുണ്ടായിരുന്നുള്ളൂ. അമ്മയും അച്ഛമ്മയും ഞങ്ങൾ മക്കളും എല്ലാവരും കൂടി ശ്രീനിലയത്തിൽ ഇനിയുള്ള കാലം ജീവിക്കണമെന്നുള്ള ആഗ്രഹം. അപ്പം ഇതൊക്കെ സുമിത്ര കേൾക്കുമ്പം സിദ്ധാർത്ഥ തനിക്ക് വേണ്ടി തന്ന സമ്മാനമാണ് ശ്രീനിലയം എന്ന് തിരിച്ചറിഞ്ഞ സുമിത്രയാണെങ്കിലോ ഇനി ഒരു നിമിഷം പോലും താൻ ഈ വീട്ടിൽ നിൽക്കില്ല. സിദ്ധു എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം അത് എനിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ട് സിദ്ധാർത്ഥിൻ്റെ ഒരു സഹായവും താൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞു സുമിത്രയാണെങ്കിലോ ഒറ്റക്കാലം നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ, ഈ സത്യങ്ങളെല്ലാം എനിക്ക് അമ്മയിൽ നിന്ന് മറച്ചു വെക്കാമായിരുന്നു. പക്ഷേ ഞാൻ അതല്ല ചിന്തിച്ചത്. ഞാൻ ചിന്തിച്ചത് എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇനിയും ഒരേപോലെ പഴയതുപോലെ ഉള്ളൊരു ജീവിതം ഉണ്ടാകണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രായമായവരല്ലേ, അപ്പം രണ്ടുപേരും പരസ്പരം തുണയായി മുന്നോട്ട് പോകണം. അതുകൊണ്ട് മാത്രമാണ് അമ്മയോട് ഞാൻ അച്ഛൻ്റെ ഉള്ളിലെ നന്മകളൊക്കെ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞതും സുമിത്രയാണെങ്കിലും അനിരുദ്ധേ, നീ എന്തൊക്കെ പറഞ്ഞാലും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ അച്ഛൻ കടന്നു വരില്ല. അയാൾ എനിക്കെന്നും നിങ്ങളുടെ അച്ഛൻ മാത്രമായിരിക്കും, അല്ലാതെ ഞാനും അയാളും തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് അനിരുദ്ധിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ് സുമിത്രയാണെങ്കിൽ വാ നമുക്ക് വീട്ടിലേക്ക് പോവാം, ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്നും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയതും അനിരുദ്ധ് പറയുന്നുണ്ട്, അച്ഛമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഈ വീട്ടിൽ താമസിക്കണമെന്ന്. അച്ഛമ്മയും അമ്മയും അതുപോലെ ഞങ്ങളും ഒക്കെ ആയിട്ട് ഈ വീട്ടിൽ താമസിക്കണം. അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് ഉപേക്ഷിച്ച് അമ്മയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചതും ഒരു നിമിഷം നമ്മുടെ സുമിത്ര നിശബ്ദയായി നിൽക്കുകയാണ്. സുമിത്രയാണെങ്കിൽ ആലോചിക്കുന്നു, തൻ്റെ അമ്മായി അച്ഛൻ എത്രമാത്രം കരുതലും സ്നേഹവും ഒക്കെ ഉള്ളിൽ ഒളിപ്പിച്ചാണ് തന്നെ കാത്തു രക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യം. സിദ്ധാർത്ഥ് വേറൊരു ജീവിതം തേടി പോയ സമയത്തും ഈ അച്ഛൻ മാത്രമാണ് സുമിത്രയ്ക്ക് താങ്ങായും തണലായും ഒക്കെ നിന്നത്. അപ്പം അച്ഛൻ ഉറങ്ങുന്ന മണ്ണാണെന്ന് അനിരുദ്ധ് പറഞ്ഞ കാര്യം ഇവളിങ്ങനെ ആലോചിക്കുമ്പം ഇല്ല, എന്തായാലും എനിക്കൊരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനൊപ്പം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സിദ്ധാർത്ഥിൻ്റെ ഒരു സഹായവും ഞാൻ സ്വീകരിക്കില്ല എന്നും പറഞ്ഞ് സുമിത്ര ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയ സുമിത്രയാണെങ്കിലും സരസ്വതിയമ്മ ചോദിക്കുകയാണ്, അല്ല മോളെ, നീയും അനിരുദ്ധും കൂടി എവിടെ പോയതാണ്? അപ്പം അനിരുദ്ധ് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛമ്മ, അമ്മയും കൂട്ടി ഞാൻ പോയത് ശ്രീനിലയത്തിലേക്കാണ്. ശ്രീനിലയത്തിലേക്കോ? നിങ്ങൾ ശ്രീനിലയത്തിൽ പോയിട്ട് എന്താ മോനെ അച്ഛമ്മയെ കൂട്ടാതിരുന്നത്? അച്ഛമ്മ, അത് അമ്മയെ ആദ്യം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ശ്രീനിലയത്തിൻ്റെ എല്ലാ നൂലാമാലകളും തീർത്തിട്ടാണ് അച്ഛൻ US പോയത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സരസ്വതിയമ്മയ്ക്ക് വലിയ സന്തോഷമായി. സരസ്വതിയമ്മ ശ്രീനിലയത്തിലെ മഹാറാണി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ സരസ്വതിയമ്മ പറയുന്നുണ്ട്, മോനെ, എന്നാടാ നമ്മൾ അങ്ങോട്ട് താമസം മാറ്റുന്നത്? ഇതൊക്കെ കേട്ടിട്ട് അച്ഛമ്മയ്ക്ക് നല്ല സന്തോഷമായി. സുമിത്രേ, നമുക്ക് എന്നാ അങ്ങോട്ട് പോകാൻ പറ്റുന്നതെന്ന് സുമിത്രയോട് ചോദിച്ചതും നിങ്ങൾക്ക് പോവേണ്ട ആൾക്കാർക്കൊക്കെ പോവാം, പക്ഷേ ഞാൻ അങ്ങോട്ട് വരുമെന്ന് ആരും വിചാരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം. ആ തീരുമാനം സുമിത്ര അറിയിച്ചതും സരസ്വതിയമ്മയാണെങ്കിലോ, സുമിത്ര എടി, എന്താ പ്രശ്നം? നീ എന്തിനാ അങ്ങോട്ട് വരില്ല എന്ന് പറയുന്നത്? നമ്മളെല്ലാവരും കൂടി അവിടെ താമസിക്കണമെന്നുള്ളതാണല്ലോ സിദ്ധാർത്ഥിന്റെ ആഗ്രഹം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി താമസിക്കാം. ഇപ്പം നമ്മൾ വല്ലവരുടെ വീട്ടിലല്ലേ ഇപ്പം താമസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞതും എനിക്ക് സിദ്ധാർത്ഥിന്റെ ഒരു സഹായവും സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം സരസ്വതിയുടെ മുഖത്ത് നോക്കി പറയുകയാണ് സുമിത്ര. അപ്പൊ സരസ്വതി അമ്മ പറയുന്നുണ്ട്, നീ ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ എത്രയും സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയാ ജീവിച്ചതെന്ന് നിനക്കറിയാലോ. ആ പഴയ പ്രൗഢിയിലേക്ക് എനിക്ക് പോകണം, എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും സരസ്വതി അമ്മ ആവർത്തിച്ചു. അവസാനമാണെങ്കിലോ അനിരുദ്ധ് വന്നിട്ട് അനിരുദ്ധും പറയുന്നുണ്ട്, അമ്മയുടെ തീരുമാനം മാറ്റണം, നമുക്ക് പഴയതുപോലെ ശ്രീനിലയത്തിലേക്ക് തന്നെ പോവാം അമ്മ. അപ്പം നമ്മുടെ കൊച്ചു സ്വരമോൾ ഇങ്ങ് വരിക കേട്ടോ. സ്വരമോളും അതുപോലെ അനന്യയും കൂടി വന്നു. അമ്മ, അച്ഛൻ ചെയ്തു തന്നത് നല്ല കാര്യം തന്നെയല്ലേ? അച്ഛൻ അമ്മയ്ക്ക് തന്ന ഭൂമിയാണ്. ആ ഭൂമി അമ്മ അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛനാണെങ്കിൽ അത് നശിപ്പിക്കുന്ന ആ ഒരു കാര്യമൊക്കെ ചെയ്തു വെച്ചു. ഇപ്പതാ അച്ഛനായിട്ട് തന്നെ ആ ഭൂമി വീണ്ടെടുത്ത് തന്നില്ലേ? അതുകൊണ്ട് അമ്മയ്ക്ക് അവിടെ താമസിക്കുന്നതിൽ എന്താ തെറ്റ്? അച്ഛൻ തന്നതാണെന്ന് അമ്മ വിചാരിച്ചാൽ മാത്രം മതി. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇതിലൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സുമിത്ര ആ രീതിയിൽ അങ്ങ് ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പൂജയുടെ വിശേഷങ്ങളൊക്കെയാണ്. പൂജയാണെങ്കിൽ അമ്മയുടെ കൂടെ താമസിക്കാമെന്ന് വിചാരിച്ച്
സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പങ്കജ് റൂമിലേക്ക് വന്നു. പങ്കജ് പറയുന്നുണ്ട്, പൂജ നിനക്ക് പോകണമെന്ന് തന്നെയാണോ? എന്താ നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് പോയേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പങ്കജ്. എനിക്ക് എൻ്റെ അമ്മയെ കാണാതെയൊന്നും ഇത്ര ദിവസമൊന്നും ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹവും പരിഗണനയും ഒക്കെ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത്. ഇനിയിപ്പം ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സുധിയച്ചമ്മയെ വരച്ച വരയിൽ നിർത്താനുള്ള കാര്യമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് അച്ചമ്മ പഴയ കളിയൊന്നുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരില്ല എന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ പങ്കജിനോട് കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയുന്നുണ്ട്, പൂജ താൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ മമ്മിയുടെ അവസ്ഥ അത് ഭയങ്കര ദയനീയമാകും. മമ്മിയാണെങ്കിൽ ഇതാ താൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം സന്തോഷിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഏട്ടനോടും ഏട്ടൻ്റെ മകളോടും ഒക്കെ താൻ ചെയ്തത് ക്രൂരതയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഓരോ നിമിഷവും എൻ്റെ മമ്മി നീറിയാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പൂജ തൻ്റെ തീരുമാനം കുറച്ച് ദിവസത്തേക്ക് കൂടി തനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലേ? ഒന്ന് തൻ്റെ തീരുമാനം മാറ്റടോ എന്നുള്ള കാര്യം പങ്കജ് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പൂജ ആണെങ്കിൽ അതൊക്കെ ചിന്തിച്ചു. പക്ഷേ പൂജ പറയുന്നുണ്ട്, അതിന് ഞാനിവിടുന്ന് പോയാലും ഇനിയും മടങ്ങി വരുമല്ലോ, പിന്നെ എന്തിനാ പങ്കജ് ഇങ്ങനെ വിഷമിക്കുന്നത്? പൂജ എനിക്ക് തന്നോട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞതും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ രഞ്ജിത വരികയാണ്. എന്തായി മോളെ കാര്യങ്ങളൊക്കെ? നീ പോവാൻ തുടങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പം, അതേ രഞ്ജിത ആൻറ്റി, ഞാൻ പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. പറയും രഞ്ജിത ആൻറ്റി എന്താ വന്നതെന്ന് ചോദിക്കുമ്പം, മോളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ തന്നെയാണ് വന്നത്. മോൾ ഇവിടുന്ന് പോകുകയെന്ന് പറഞ്ഞപ്പം ആൻറ്റിക്ക് വലിയ വിഷമമൊക്കെ ആയി മോളെന്നും പറഞ്ഞ് രഞ്ജിത തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുകയാണ്. അപ്പം അങ്ങനെ തൻ്റെ അമ്മയുടെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് പങ്കജ് പിടിച്ചു കയറാൻ നോക്കുന്നുണ്ടെങ്കിലും പൂജയാണെങ്കിൽ ആ വഴിക്കേ വരുന്നില്ല. പൂജ പറയുന്നുണ്ട്, പങ്കജ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാലും ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തന്നെ വരുമല്ലോ. ഇനി ഞാൻ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസമൊക്കെ താമസിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരും അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഇപ്പം എനിക്ക് എന്തായാലും എൻ്റെ അമ്മയെ കാണണം, അമ്മയുടെ അടുത്ത് പോയി കുറച്ച് ദിവസം നിൽക്കണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവൾ ആ കാര്യങ്ങളിലൊക്കെ അങ്ങ് പെട്ടി പാക്കിങ്ങിലും കാര്യങ്ങളിലും ഒക്കെ അങ്ങ് മുഴുകുകയാണ്. പിന്നീട് സുമിത്ര ഗാഠമായിട്ട് ഇരുന്ന് ആലോചിക്കുകയാണ്. സുമിത്രയുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച ഓരോ കാര്യങ്ങളും അവസാനം നമ്മുടെ രോഹിത്തുമായിട്ട് യാത്ര പോയ കാര്യങ്ങൾ ഉൾപ്പെടെ സുമിത്ര ആലോചിക്കുമ്പോൾ സുമിത്രയ്ക്ക് വല്ലാത്തൊരു നിരാശയും സങ്കടമൊക്കെ തോന്നുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് എന്തും താങ്ങും തണലും ഒക്കെ ആയി നിന്നിരുന്ന തൻ്റെ അച്ഛൻ തന്നതാണ് ശ്രീനിലയം. ഒരിക്കലും അത് സിദ്ധുവിൻ്റെ ഭിക്ഷയല്ല, അത് തൻ്റെ അവകാശം തന്നെയാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ സുമിത്ര എത്തുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ കുടുംബവിളക്കിൻ്റെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ സുമിത്ര നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്